ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിന്റെ മറ്റു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുള്ളത് തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സിസ്റ്റം ആണ് ഇന്ന് പെട്ടെന്ന് കാണിക്കുന്നത്. ഒരു 3 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തെ പറ്റി ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കപ്പാസിറ്റിയാണ് 3 kV. ഈ സിസ്റ്റത്തിന് 2 അഡ്വാൻറ്റേജസ് ഉള്ളത്. നമ്മുടെ കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അതായത് നമുക്കൊരു 2000 രൂപ വരെ കറണ്ട് ബില്ല് കുറച്ചെടുക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ 5000 രൂപ ബില്ലുള്ള ആളാണെങ്കിൽ കൺസംഷൻ നല്ലപോലെ കുറയുമ്പോൾ നമ്മുടെ സ്ലാബ് താഴത്തേക്ക് വരും. അപ്പോൾ തന്നെ നമ്മുടെ ബില്ല് ഒരു 1000 ആ റേഞ്ചിലോട്ട് താന്നു പോരും. ഇനി 2000 രൂപ ഓവറോൾ ബില്ലുള്ള ആളാണെങ്കിൽ നമുക്ക് 500 രൂപ താഴത്തേക്ക് ബില്ല് കൊണ്ടുവരാൻ സാധിക്കും. കൂടാതെ വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററികൾ നല്ല പോപ്പുലർ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുകളൊക്കെ ബാറ്ററികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 25.6 വോൾട്ട്, അതായത് ഒരു 2.5 യൂണിറ്റ് കറണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു 3-4 ഫാനുകളൊക്കെ ഒരു 8 മണിക്കൂർ വരെയൊക്കെ ബാക്കപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി പാക്കും ഒരു 3 kV കപ്പാസിറ്റി ഉള്ള ഒരു 3000 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോളാർ ഇൻവെർട്ടറും അതിന്റെ മറ്റ് സെറ്റപ്പുകളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ പലപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫ്ലാറ്റ് റൂഫിലായിരിക്കും ഇൻസ്റ്റലേഷൻ വരുന്നത്, ചില സ്ഥലങ്ങളിൽ ഷീറ്റഡ് റൂഫിന് മുകളിലായിരിക്കും, ചില സ്ഥലങ്ങളിൽ സ്റ്റെയർ കേസിന്റെ താഴെ ആയിരിക്കും നമ്മൾ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ചില സ്ഥലങ്ങളിൽ ഓപ്പൺ ഏരിയ ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും ഇവിടെ മറ്റൊരു സൈറ്റ്, മറ്റൊരു കണ്ടീഷൻ, മറ്റൊരു തരത്തിലുള്ള ഇൻസ്റ്റലേഷൻ, അപ്പോൾ അതാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഏകദേശം 5 വർഷത്തോളം പഴക്കമുള്ള പഴയ മോണോപ്രക്ക് പാനൽസ് ആണ്. 4 പാനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 385 വാട്ട്സിന്റെ ആങ്കർ എന്ന് പറയുന്ന കമ്പനിയുടെ പഴയ പാനൽസ് ആണ്. നിലവിൽ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിരുന്നു. അതിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററികൾ കംപ്ലൈൻ്റ് ആയ ശേഷം നമ്മൾ ഇപ്പോൾ ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററിയിലേക്ക് മാറിയിരിക്കുകയാണ്. 3 kV സിസ്റ്റമാണ്. നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ 385 വാട്ട്സിൻ്റെ 4 പാനലുകൾ, അതായത് ഏകദേശം 1600 വാട്ട്സോളം നമുക്ക് കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഡെയിലി ഒരു 3 യൂണിറ്റ് മുതൽ 5 യൂണിറ്റ് വരെയൊക്കെ ഈസി ആയിട്ട് കിട്ടാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഈ സിസ്റ്റത്തിന് ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന 4 ലെഡ് ആസിഡ് ബാറ്ററികൾ നമ്മൾ റീപ്ലേസ് ചെയ്തു. 5 kVയുടെ പഴയ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിരുന്നു. അത് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത ശേഷം ഇവിടത്തേക്ക് 24 വോൾട്ട്, അതായത് 25.6 വോൾട്ടിന് ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററിയും അതുപോലെ തന്നെ 3 kVയുടെ 24 വോൾട്ട് സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ ആയിട്ട് വേണം നമ്മൾ 24 വോൾട്ട് സിസ്റ്റംസിനെ കൺസിഡർ ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ പകൽ സമയത്തുള്ള നമ്മുടെ ലോഡ് ഉപയോഗവും അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ്ങും സോളാറിൽ നിന്ന് തന്നെ നടത്തുന്നു. രാത്രി സമയത്ത് ബാറ്ററി കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയിൽ നിന്നൊരു നല്ല ബാക്കപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം 2.56 യൂണിറ്റ് ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഓൾമോസ്റ്റ് ഒരു 2 യൂണിറ്റ് വരെ നമുക്ക് ബാക്കപ്പിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഒരു 300 വാട്ട്സ് ലോഡ്, 2-3 ഫാനുകളൊക്കെ ഉപയോഗിക്കുന്ന കണ്ടീഷനിൽ ഒരു 8 മണിക്കൂർ വരെയൊക്കെ സാധാരണ ഇതിൽ ബാക്കപ്പ് കിട്ടാവുന്നതാണ്. ഇവിടെ നമ്മൾ 2 പാനലുകൾ സീരീസ് ചെയ്ത് മറ്റ് 2 പാനലുകളുമായിട്ട് പാരൽ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 പാനലുകളുടെ 2 സ്ട്രിങ്ങുകൾ നമ്മൾ പാരൽ ചെയ്ത് താഴത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 5 മണിക്കൂറോളം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. 3 kV ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് ഇൻഡോർ സെറ്റപ്പ് ആണ് കാണുന്നത്. 25.6 വോൾട്ട് ബാറ്ററി, അതുപോലെ തന്നെ 3 kVA സോളാർ കോമ്പാറ്റബിൾ അല്ലെങ്കിൽ ലിഥിയം ബാറ്ററി കോമ്പാറ്റബിൾ ആയിട്ടുള്ള സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്. മുൻപ് നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ പ്രതിപാദിച്ചിട്ടുള്ള 3 kVA ഗാമ പ്ലസ് ഇൻവെർട്ടർ മോഡലാണ് കാണുന്നത്. നമ്മളിവിടെ നിലവിൽ 385 വാട്ട്സിന്റെ 4 പാനൽസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 എണ്ണം സീരീസ് ചെയ്ത് 2 സ്ട്രിങ് പാരൽ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. 25.6 വോൾട്ട് ആണ്. 62% ചാർജിലാണ്. അതുപോലെ തന്നെ 18 ആംസിൽ ചാർജിങ് നടക്കുന്നതായിട്ട് കാണാം. ഇതിനെപ്പറ്റിയുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ പലപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. സാധാരണ വീടുകളിൽ മോട്ടോർ, AC തുടങ്ങിയ ഹെവി ലോഡുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ലോഡുകളും ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിലവിൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ വീട്ടിലെ ഏകദേശം 7-8ഓളം ഫാനുകളും അതുപോലെ തന്നെ 4 ബെഡ്റൂമിലുള്ള ലൈറ്റുകൾ, മറ്റ് കോമൺ ഏരിയയുള്ള ലൈറ്റുകൾ, കിച്ചൺ യൂസ്, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഒരു ചില്ലർ, പിന്നെ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിലുള്ള ഓൾമോസ്റ്റ് 90% ലോഡുകൾ നമുക്ക് ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പഴയ ഉണ്ടായിരുന്ന ഒരു 5 വർഷം മുൻപുണ്ടായിരുന്ന പാനലുകൾ കണക്ട് ചെയ്ത ശേഷം പുതിയ ഇൻവെർട്ടർ ബാറ്ററിയും ഓപ്റ്റ് ചെയ്യുകയായിരുന്നു. പഴയ ലെഡ് ആസിഡ് ബാറ്ററികൾ ഡിസ്പോസ് ചെയ്ത ശേഷം പുതിയ സിസ്റ്റത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. കംപ്ലീറ്റ് സിസ്റ്റം പുതുതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള 2 ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനലുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.